സഹോദരൻ ജോബിയുടെയും സഹോദരി ജാക്ലിന്റെയും വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാസനത്തിൽ സന്നിഹിതരായിരിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നു നന്നല്ല, ഞാനൊരു തക്ക തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് തിരുവായ കൊണ്ട് അരുളിച്ചത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ച ഞങ്ങളുടെ ദൈവം ഇന്ന് ജോബിക്ക് വേണ്ടി ജാക്ലിനെ സ്വർഗം മുന്നമേ നിയമിച്ചിരുന്നു. ഇന്ന് അവരുടെ വിശുദ്ധ വിവാഹം അത് നടത്തുവാൻ അവിടത്തേക്ക് അനുഭവിപ്പാൻ ഞങ്ങളിവിടെ ആഗതരായിരിക്കുന്നു. സ്വർഗപിതാവ് ഇവിടുത്തെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയോട് അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ പിതാവിനെ തുടർന്നുള്ള ഓരോ ശുശ്രൂഷയും അത്യന്തം അനുഗ്രഹപ്രദമാക്കി യേശു കർത്താവിന്റെ അതേ കുഞ്ഞാടിന്റെ കാന്തിയായി ഒരുക്കുവാൻ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരെയും സ്വർഗ്ഗം ഒരുക്കണമേ. അതിനവസരം ലഭിച്ചിട്ടില്ലാത്തവർ തങ്ങളെ തന്നെ ഇതിനായി ഒരുക്കുന്ന മകൽ ദിനമാക്കി ഇന്നേ ദിവസം തീർക്കണമേ. പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാളരയ്ക്ക് കിട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ ബലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതി നിന്റെ കീഴിൽ വീഴുന്നു. രാജാവൻ ശത്രുപ്രതഞ്ചത്ത് തറയ്ക്കുന്നു. ദൈവമേ സിംഹാസനം എന്നേക്കുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരൻ പരമായി നിന്നെ ആനന്ദ ദൈവം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം നൂറും ചന്ദനവും ലവകവും കൊണ്ട്
നിന്നോട് സ്വന്തമായിരിക്കുന്നു. രണ്ടമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഔഫീർത്തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാം, നോക്ക, ചെവിച്ചായിക്കുക. സജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാമല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ പ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസ കൊണ്ടുള്ളത്. അവളുടെ ചിത്രത്തയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസഭയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാകും. പ്രിയപ്പെട്ടതായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുകൂടെ ബന്ധത്തിൽ കടന്നു വരുവാൻ ഇടവരുത്തിയ നിലയ്ക്കുകൾക്കായി സ്തോത്രം. ഇരുഭവനങ്ങളിൽ നിന്നും കടന്നു വരേണ്ടതായി പ്രിയപ്പെട്ടവർ തക്ക സമയത്ത് കടന്നു വന്നു കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുവാൻ യാത്രകളിലെല്ലാം നിന്റെ സാന്നിധ്യം കൃപയിൽക്കൊണ്ടിരുന്നതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കുടുംബകൃപയെ സഹായിക്കണമേ. വചനം ശുശ്രൂഷിക്കുന്നതായ ശ്രേഷ്ഠ ഭക്തന്മാർക്കായി സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവർക്ക് ആവശ്യമായ കൃപകൾ ഈ പകൽക്കാലം അവിടുന്ന് ദാനം ചെയ്ത് സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിൽ മറവിൽ ഞങ്ങളെ ഇരുത്തുമാറാകണം, മഹത്വമെടുക്കണം. യേശുരക്ഷയുടെ നാമത്തിൽ തന്നെ ആമേൻ. സകല നന്മകളുടെയും ദാതാവുമായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അടിയങ്ങൾക്കായിരിക്കാൻ സ്വർഗത്തിലെ നല്ല ദൈവം സഹായിച്ചതിന് സ്തോത്രം. പ്രത്യുതാലെ ജോമിയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബാല്യം മുതൽ കർത്താവിനെ പിൻപറ്റുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. കർത്താവെ, ഇതുവരെയും കർത്താവിന്റെ കരം അനുഗ്രഹമായി കൂടിയിരുന്നതിന് സ്തോത്രം. ഉന്നത വിദ്യാഭ്യാസ ഉയർച്ചയൊക്കെ കൊടുത്ത് കർത്താവ് മാനിച്ച് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ തരുണത്തിൽ എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് പ്രിയപ്പെട്ടനെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ നല്ല ദൈവം നൽകി തരണമേ അപ്പാ. വിശേഷാല് ഈ ശുശ്രൂഷ അനുഗ്രഹിക്കാൻ കടന്നു വന്നിട്ടുള്ള കർത്താവിന്റെ ദാസൻ ഔചനയോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ കരം അലലിയ ഇനി ശുശ്രൂഷയോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആദ്യ മാതാപിതാക്കളെ സംയോജിപ്പിച്ച് കർത്താവിന്റെ കരം ആണിക്കേൽപ്പിച്ച് ഈ മാലിന്യ കരം കൂടിയിരുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം കാരണമായി ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. വിശേഷാൽ കർത്താവെ, ജോമിയുടെ ജാക്കിന്റെയും കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഇവിടെ അക്ഷരീയമായ ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ നോക്കി പാർക്കുന്ന ആത്മമണവാനായ കർത്താവിന്റെ അല്ലെ മഹാവിവാഹം എത്രയും പെട്ടെന്ന് മധ്യാകാശം സംഭവിക്കുമല്ലോ. അതിന് സകല ലക്ഷണങ്ങളും ഇന്ന് ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അതിന് ഭാവാക്കാവാൻ ആരെങ്കിലും സാധിക്കാതിരിക്കുന്നുവെങ്കിൽ അവരെ ഇന്ന് കർത്താവ് വിളിച്ച് വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ജീവിക്കുന്ന മഹനീയമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വൈവാഹിക ബന്ധങ്ങളിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.